ഹായ് ഓൾ. ഈ ഒരു വീഡിയോയില് നമ്മൾ നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസും ട്രേഡ് സെറ്റപ്പും ആണ് നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഈ ഒരു മാർച്ച് മാസം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വാച്ച് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. നമ്മൾ ഷെയർ ചെയ്യുന്ന അതായത് നിഫ്റ്റിയുടെ ലെവൽസും നിഫ്റ്റിയുടെ ട്രേഡിംഗ് വ്യൂസും ആണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാറുള്ളത്. നിങ്ങൾ ആ ഒരു ഗ്രൂപ്പ് ചെക്ക് ചെയ്യുന്നവർക്ക് ക്ലിയർ ആയിട്ട് ഒരു കാര്യം മനസ്സിലാവും. നമ്മളിട്ട ലെവൽസ് എല്ലാം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് മാർക്കറ്റിൽ വർക്ക്. എല്ലാ ദിവസവും നമ്മൾ പറയുന്ന വ്യൂസ് വളരെ കറക്റ്റ് ആയിട്ട് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത് പോകാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ടാർഗറ്റും കൃത്യമായിട്ട് മാർക്കറ്റ് അച്ചീവ് ചെയ്ത് പോകാറ്. ഇതൊരു 99% ആണെങ്കിലും നമ്മൾ പറഞ്ഞ ടാർഗറ്റ് നിഫ്റ്റി അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം ഗ്രൂപ്പ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഈ ഒരു നമ്മുടെ ഗ്രൂപ്പിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് മാർക്കറ്റിന് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം അതിന്റെ ആൻസർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് അനാലിസിസ് സിസ്റ്റമാണ്. അതായത് മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ ആണ് ഞാൻ പേഴ്സണലി ട്രേഡിങ്ങിനെ ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾക്കും ഈ ഒരു മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ ബാച്ച് ഈ ഒരു ഫ്രൈഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ കോൾ ചെയ്യാവുന്നതാണ്. ഓക്കെ. ഡയറക്റ്റ് ആയിട്ട് ഞാൻ നിഫ്റ്റിയുടെ അനാലിസിലേക്ക് പോവാണ്. അപ്പം നമ്മൾ എല്ലാ ദിവസവും പറയാറുണ്ട്, അതായത് നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസിന്റെ ലെവൽസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് സ്പോട്ട് പ്രൈസിന്റെ ലെവൽസും സ്പോട്ട് പ്രൈസിന്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലും അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്സിലുള്ള ഫ്യൂച്ചർ ചാർട്ടിന്റെ ലെവലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ രണ്ട് ലെവൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാച്ച് ചെയ്താൽ ക്ലിയർ ആയിട്ടൊന്ന് മനസ്സിലാവും. ഓക്കെ. ഇപ്പൊ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടാണ്. അപ്പൊ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞ ലെവൽസ് ആണ്. നിങ്ങൾ നോക്കിയാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇപ്പം 22,465 ലെവലൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ മാർക്കറ്റ് ആ ലെവൽസിനെ റെസ്പെക്ട് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ. അപ്പൊ നാളത്തേക്ക് നമുക്ക് ഓവറോൾ മാർക്കറ്റിൽ ഇപ്പം സ്റ്റിൽ ഒരു ബീറിഷ് ആയിട്ടുള്ള വ്യൂ ആണ്. അപ്പൊ നമ്മൾ സെൽ സൈഡിലേക്കാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പം നിഫ്റ്റി ഇപ്പൊ ക്ലോസ് ചെയ്തിരിക്കുന്നത് ചെറിയൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണിലാണ്. സപ്പോർട്ട് സോൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഏരിയയിലാണ് നിഫ്റ്റി ഇപ്പം ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് 22,286 മുതൽ 22,240 വരെയുള്ള ആ ഒരു ഏരിയ നിങ്ങൾ ഒരു സപ്പോർട്ട് സോണായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. നോട്ട് ട്രേഡിംഗ് സോണായിട്ട് ഈ ഒരു ഏരിയനെ കൺസിഡർ ചെയ്യുക. അപ്പം നാളത്തേക്ക് നമുക്ക് ഡൗൺ സൈഡിലേക്ക് ഈ ഒരു ലെവലിന്റെ താഴെയാണ് ഒരു ഡൗൺ സൈഡിലേക്കുള്ള എൻട്രി പ്ലാൻ ചെയ്യുന്നത്. ഇനിയിപ്പോ നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് അപ്പ് വന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഏരിയയിൽ നിന്നാണ് പ്രൈസ് റിവേഴ്സ് ആവാൻ ചാൻസ് ഉള്ളത് ഞാൻ നമ്മുടെ ഫ്യൂച്ചറിന്റെ ചാർട്ട് നോക്കി പറയുന്നുണ്ട്. നിങ്ങൾ ആ ഫ്യൂച്ചറിന്റെ ചാർട്ട് നോക്കി കറക്റ്റ് ആയിട്ട് ആ ഏരിയ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുക. അതായത് സ്മാർട്ട് മണി എൻട്രി ചെയ്ത് അല്ലെങ്കിൽ ബിഗ് പ്ലേയേഴ്സ് ഹ്യൂജ് ആയിട്ടുള്ള സെൽ സൈഡ് വോളിയം തള്ളുന്ന ആ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആ ഒരു ഫ്യൂച്ചറിന്റെ ചാർട്ട് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ എങ്കിലും മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ലെവൽ നിങ്ങൾ കറക്റ്റ് ചാർട്ടിൽ മാർക്ക് ചെയ്യുക. ഫസ്റ്റ് ഒരു ലെവൽ എന്ന് പറയുന്നത് 22,366 ആണ്. അത്ര സ്ട്രോങ് ആയിട്ടുള്ള ലെവൽ, ചെറിയൊരു ലെവലാണ്. അതുപോലെ തന്നെ 22,465 ലെവല് നിങ്ങൾ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ 22,640 ലെവല് നിങ്ങൾ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മാർക്കറ്റിലെ ഹൈ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് മാർക്ക് ചെയ്യുക. അതായത് 22,716. അതായത് ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഒരുപക്ഷെ മാർക്കറ്റ് ഈ ഒരു ഏരിയയുടെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ മാർക്കറ്റ് ഇനിയിപ്പോ മുകളിലോട്ട് പോയാലും മാർക്കറ്റ് റിവേഴ്സ് ആവാൻ ചാൻസ് ഉള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയും ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അതായത് ഈ ഒരു ഗ്യാപ്പ് മാർക്കറ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഗ്യാപ്പ് ഫില്ലിങ്ങിന്റെ ഏരിയ 22,800 ലെവലാണ്. ഇത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ 22,950 മുതൽ 23,055 വരെയുള്ള ആ ഒരു ഏരിയ ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് മാർക്ക് ചെയ്യും. അപ്പൊ മാർക്കറ്റ് വരുന്ന ആഴ്ചയിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പ്രൈസ് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു റിവേഴ്സൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഡൗൺ സൈഡിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി പ്ലാൻ ചെയ്യാം. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ലോയിന്റെ താഴെ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് മാർക്കറ്റ് എത്താൻ പോസിബിലിറ്റി ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് 22,000 ആണ്. ഇവിടെ ഞാൻ ഒരു ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് 21,960 മുതൽ 21,744 വരെയുള്ള ലെവലിൽ നിഫ്റ്റിയുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണ്. അപ്പൊ ഞാൻ ആ ഒരു ലെവല് മാർക്ക് ചെയ്യാനായിട്ട് കാരണം നമ്മൾ നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും വളരെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയ. അതായത് നമ്മൾ പ്രീവിയസ് ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് ഈ ഒരു ഏരിയ നിന്നാണ് പ്രൈസ് റിജക്ട് ചെയ്ത് മുകളിലോട്ട്
ബൗൺസ് ചെയ്ത്, അതായത് ബയേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള ലെവലാണ്. അപ്പൊ ആ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഒരുപക്ഷെ മാർക്കറ്റ് നാളെ എന്താണ് മാർക്കറ്റ് ഈ ഒരു ലെവൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 22,240 ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ അതായത് 21,960 ലെവലിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പം ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡൗൺ സൈഡിലേക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. അപ്പൊ നമുക്ക് പക്ഷേ ഒരു 22,000 എന്ന് പറയുന്ന ലെവലിൽ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് ആക്ട് ചെയ്യും. ആ ഒരു ഏരിയയിൽ പ്രൈസ് ബുക്ക് ചെയ്യാം, നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് ബുക്ക് ചെയ്യാം. അപ്പൊ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് എന്താണ് ബൗൺസ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് ഒരു റിജക്ഷൻ കാണുകയാണെന്നുണ്ടെങ്കിൽ അപ്സൈഡിലേക്ക് നമുക്കൊരു ചെറിയ എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. മൊത്തത്തിൽ മാർക്കറ്റിന്റെ വ്യൂ ബിയറിഷ് ആണ്. എങ്കിലും മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ബൗൺസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ നമ്മുടെ ഓർഡർ ഫ്ലോ ചാർട്ട്സ് നോക്കുന്ന സമയത്ത് ലൈവ് മാർക്കറ്റിൽ നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും റിവേഴ്സൽ പാറ്റേൺ കാണുവാണെന്നുണ്ടെങ്കിൽ, അതായത് ഓർഡർ ഫ്ലോ ചാർട്ട്സിൽ നമുക്ക് എവിടെയൊക്കെ ബൈ ഓർഡേഴ്സ് ഉണ്ട്, എവിടെയൊക്കെ സെൽ ഓർഡേഴ്സ് ഉണ്ട്, എവിടെയൊക്കെയാണ് ബയേഴ്സ് ട്രാപ്പ് ആവുന്നത്, എവിടെയൊക്കെയാണ് സെല്ലേഴ്സ് ട്രാപ്പ് ആവുന്നത്, ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓർഡർ ഫ്ലോ ചാർട്ട്സ് ഉപയോഗിച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മാർക്കറ്റിന്റെ ഓപ്പണിംഗിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും നിഫ്റ്റിയിൽ ഒരു സ്മാർട്ട് മണി ടൈപ്പ് ഓഫ് ഓപ്പണിംഗ് ആണോ, റീറ്റെയിലേഴ്സ് ടൈപ്പ് ഓഫ് ഓപ്പണിംഗ് ആണോ, ഇതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു ലെവലിലെ താഴെ 21,740 താഴെയായിട്ട് നിഫ്റ്റി ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അഗൈൻ ഒരു ഫർദർ ഫാൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ ആ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു 1 അവർ ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു ഡെയിലി ടൈം ഫ്രെയിമുള്ള ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സൈഡിലേക്ക് എൻട്രി പോസിബിൾ ഉള്ളൂ. അപ്പം അതുപോലെ തന്നെ നമ്മളിപ്പം നമ്മുടെ ഒരു സെറ്റപ്പാണ് ODX എന്ന് പറയുന്നത്. അതായത് ആ ഒരു ഇതിൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എത്ര കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്, എത്ര പുട്ട് ഓപ്ഷൻ സെല് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഞാൻ നേരെ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിലേക്ക് പോവാണ്, അതായത് ഫ്യൂച്ചറിന്റെ ചാർട്ടിലേക്ക് പോവാണ്. ഓക്കെ, അതായത് നമുക്ക് ഫ്യൂച്ചറിന്റെ ചാർട്ടിൽ എല്ലാ ദിവസവും നമ്മൾ പറയുന്ന പോലെ തന്നെ വാല്യൂരി ഹൈയും വാല്യൂരി ലോയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ദിവസവും നമ്മൾ പറയാറുണ്ട് വാല്യൂരി ഹൈയുടെ മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ആദ്യത്തെ ഒരു 1 അവർ ഡയറക്ഷൻ മുകളിലോട്ടാണ് അല്ലെങ്കിൽ താഴേക്കാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ട്രെൻഡിങ് ആവാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഈ ഒരു വാല്യൂരി ഹൈയും ലോയും നിങ്ങൾ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. അതായത് 22,600 22,600 വാല്യൂരി ഹൈ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 22,443 ആണ് വാല്യൂരിയൽ ലോ. ഇത് ഫ്യൂച്ചറിന്റെ ചാർട്ടാണ്, സ്പോട്ട് പ്രൈസിന്റെ ചാർട്ടല്ല. ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പം നാളത്തെ മാർക്കറ്റ് എന്താണ് ഈ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മാർക്കറ്റ് ആണ് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിന്റെ മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള പോസിബിലിറ്റി. ഈ ഒരു ലെവലിൽ വലിയൊരു ഹൈന്റെ മുകളിൽ ഓപ്പൺ ചെയ്തിട്ട് ആദ്യത്തെ ഒരു 1 അവർ മാർക്കറ്റിന്റെ ഡയറക്ഷൻ മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിക്ക് ഒരുപക്ഷെ നാളത്തെ ട്രെൻഡ് മുകളിലോട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്സൈഡിലേക്കുള്ള എൻട്രി പ്ലാൻ ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു വാല്യൂരിന്റെ ലോയിന്റെ താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഒരു ഡൗൺ സൈഡിലേക്കുള്ള ട്രെൻഡിങ് ആവാനുള്ള പോസിബിലിറ്റി ആണ് കൂടുതൽ. ഇനിയിപ്പോ നല്ലൊരു ചെറിയൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് റിജക്ട് ചെയ്യാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ രണ്ട് ഏരിയ ആണ്. അതായത് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിൽ സിംഗിൾ പ്രിന്റ് ക്രിയേറ്റ് ചെയ്ത ഏരിയ ആണ്. അതായത് സ്മാർട്ട് മണീസ് ഹെവി ആയിട്ട് സെല്ല് ചെയ്ത ഒരു ഏരിയ ആണ് ഈ ഏരിയ. അപ്പം ഈ ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്ത് നോക്കുക. അതായത് 22,340 മുതൽ 22,354 വരെയുള്ള ലെവല് ഒരു സിംഗിൾ പ്രിന്റ് ക്രിയേറ്റ് ചെയ്ത ലെവലാണ്. മാർക്കറ്റ് ഒരുപക്ഷെ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് റീടെസ്റ്റ് എടുത്തിട്ട് ഈ റിജക്ട് ചെയ്തിട്ട് മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഡൗൺ സൈഡിലേക്കുള്ള എൻട്രി ഓപ്പർച്യൂണിറ്റി ആണ്. അതേപോലെ തന്നെ അഗൈൻ മാർക്കറ്റ് ഈ ലെവലിലേക്ക് ക്രോസ് ചെയ്ത് മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. 22,395 മുതൽ 22,418 ആ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്ത് ഫ്യൂച്ചറിന്റെ ലെവലാണ്. അപ്പം ഈ ഒരു ഏരിയനൊക്കെ പ്രൈസ് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ POC ലെവൽ മാർക്ക് ചെയ്യുക. ഇതൊരു സപ്പോർട്ടായിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. 22,500 നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിന്റെ POC. അതുപോലെ തന്നെ വോളിയം പ്രൊഫൈൽ, വോളിയം POC അവിടെയാണ് വരുന്നത്. അപ്പം ഇതൊരു സ്ട്രോങ് ലെവലാണ്. അതേപോലെ തന്നെ നമുക്ക് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ
കഴിഞ്ഞ ദിവസം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിരുന്നു. അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ, അതായത് 27/3 നമ്മൾ പറഞ്ഞ നിഫ്റ്റിയുടെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് സ്മാർട്ട് മണി ടൈപ്പ് ഓഫ് ഓപ്പണിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാലും അവിടെ നിന്നൊക്കെ പ്രൈസ് റിജക്ട് ചെയ്ത് താഴേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം നിങ്ങൾ ഏറ്റവും നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഇതാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് 22,118 മുതൽ 22,167 ഈ ലെവലിൽ നിന്ന് പ്രൈസ് എന്താണ്, അതായത് ഇപ്പൊ നമുക്കൊരു ഡയറക്ഷൻ മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ലെവലിലൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുന്നതാണ് നല്ലത്. കാരണം ഈ ഒരു ലെവലിൽ നിന്ന് പ്രൈസ് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവിടെ സ്മാർട്ട് മണി ഹ്യൂജ് ആയിട്ട് സെല്ല് ആക്ടിവിറ്റി നടന്ന ഏരിയ ആണ്. അപ്പം നിങ്ങൾ ഈ ലെവലൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക. ഇത് കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടാണ്. അതുപോലെ തന്നെ ഈ 27/3 ഇവിടെ ഒരു കെ പീരീഡിൽ ഒരു സിംഗിൾ പ്രിന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം ഇതും ഒരു ചെറിയ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. 22,864 മുതൽ 22,871 വരെയുള്ള ഏരിയ നിങ്ങൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഫ്യൂച്ചറിന്റെ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്ന ലെവൽ. നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ഇപ്പൊ നിഫ്റ്റി ഈ നമ്മുടെ പറയുന്ന ലെവൽസും നമ്മുടെ ട്രേഡ് സെറ്റപ്പ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചാർട്ടിലും കാര്യങ്ങളൊക്കെ വരച്ച് ചെയ്ത് ട്രേഡ് സെറ്റപ്പ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും നിഫ്റ്റിയിൽ ഒരു ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതുപോലെ തന്നെ നമ്മളിപ്പം ഓപ്ഷൻസിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ ഒരു 20 പോയിന്റ് അല്ലെങ്കിൽ ഒരു 20 പോയിന്റ് ഒക്കെ മിനിമം നിങ്ങൾ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ടാർഗറ്റ് ഒരു നല്ല രീതിയിൽ ഒരു 40, ഒരു 25-30 ആ ഒരു ഇതിൽ നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും നമ്മൾ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമ്മൾ എന്തിനാണ് മാർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഒരു ലെവലിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അതായത് മാർക്കറ്റ് ഇപ്പം ഇവിടുന്ന് താഴേക്ക് മാർക്കറ്റ് പോകും. അപ്പൊ നെക്സ്റ്റ് സപ്പോർട്ടിലേക്ക് മാർക്കറ്റ് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും കറക്റ്റ് ആയിട്ട് മാർക്കറ്റ് ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. എഗെയിൻ മാർക്കറ്റ് ആ ലെവലിനെ ബ്രേക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും കറക്റ്റ് അടുത്ത ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് അപ്പൊ അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് എന്താണ് ഈ ലെവലിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്താണ് ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ക്യാൻഡിൽ സ്റ്റിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി ട്രേഡ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ട്രാപ്പ് ആവാറുണ്ട്. കാരണം ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ടാക്കി റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യാനായിട്ട് സ്മാർട്ട് മണിക്ക് സാധിക്കും. അപ്പം അവിടെയാണ് നമ്മൾ ഓർഡർ ഫ്ലോ ചാർട്ടൊക്കെ നമുക്ക് വളരെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പം നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ മെന്റർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.